ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊക്കെ ആശ്വാസം നൽകുന്ന ഒരു വചനമാണിത്. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല. എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ വിഷമിക്കുന്നത് നിരാശയാണ്, അല്ലേ? നിരാശയ്ക്ക് കാരണം എന്താ? ഏകാന്തത. എന്നെ കേൾക്കാനായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്നില്ല. ജീവിതത്തില് ഒറ്റപ്പെട്ടു പോയി നിരാശയില് വേദനിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം ഇന്ന് ഏറി വരികയാണ്. പല സാഹചര്യങ്ങളിലും നമ്മളും ഇതേ ദുഃഖത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്, അല്ലെ? ആരും മനസ്സിലാക്കാതെ എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയ സാഹചര്യങ്ങളിൽ നിരാശപ്പെട്ട് നീറി ദൈവത്തോട് പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ, എനിക്ക് ആരുമില്ല, എന്നെ കേൾക്കാനായിട്ടോ എന്നെ മനസ്സിലാക്കാനായിട്ടോ ആരും തയ്യാറാവുന്നില്ല. എത്രയോ ദിവസങ്ങളില് നമ്മളും ഇങ്ങനെ കരഞ്ഞു ജീവിച്ചിട്ടുണ്ട്. നമ്മോടും എൻ്റെ ഈശോ എന്താ പറയുന്നത്? മോനെ, നീ കരഞ്ഞ് ജീവിക്കേണ്ട വ്യക്തിയല്ല, നിന്റെ കൂടെ ഞാനുണ്ട്, നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുക. അത്രയേറെ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടേ എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. പലപ്പോഴും ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാ ഏകാന്തതയില് നിരാശയില് ജീവിക്കുന്ന വ്യക്തികളായിട്ടൊന്ന് മാറുക. സ്നേഹമുള്ളവരെ, ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവം എൻ്റെ കൂടെയുണ്ട്. ആരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും, എന്നെ ഉപേക്ഷിക്കാതെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, പെറ്റമ്മ മറന്നാലും എന്നെ മറക്കാത്ത ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. അവൻ എപ്പോഴും എൻ്റെ കരം പിടിച്ചുകൊണ്ട് എൻ്റെ ചാരയുണ്ട്. ഞാൻ നടക്കുമ്പോൾ എൻ്റെ കരത്തേല് അവൻ പിടിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഇത് നമുക്ക് മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നിരാശ കടന്നു പോവുകയുള്ളൂ, സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിരാശയും വിഷമങ്ങളും നമുക്ക് മാറ്റാം. ദൈവം കൂടെയുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കാനായിട്ട്, ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എപ്പോഴും ഈ ഭൂമിയിൽ സന്തോഷത്തില് സമാധാനത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.